ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ നമ്മുടെ വീട്ടിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഒരു 1, 2, 3, 4, 5 ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആ ഒരു മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമാണേ. അത്യാവശ്യം നല്ല രീതിയിലൊരു വിശാലതയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വീട് നോക്കാൻ വന്ന സമയത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് റൂമിൻ്റെ ആ ഒരു വലിപ്പം തന്നെയാണ്. നമ്മുടെ പഴയ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ 2 വർഷം മുമ്പ് എടുത്തൊരു റൂമും അത്യാവശ്യം നല്ല വലിയ റൂമായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ ആലോചിക്കും എവിടെയൊക്കെ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നുള്ളത്. ഇതിൻ്റെ ബാത്റൂമും നല്ലോണം വലിപ്പമുണ്ട് കേട്ടോ. അതായത് എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ, ബാത്റൂമും അതിൽ നിന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയ ആയിട്ടുള്ളൊരു പോർഷനാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് എൻ്ററായി അതിനകത്ത് തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്ടമായില്ല. നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് വാക്ക് ഇൻ വാർഡ്രോബ് പോലെ വേണമെന്നാണ് ഒരു താല്പര്യം. അത് ഇപ്പം ചെയ്തോ ഇല്ലേ, ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു വോളിൽ ആ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വരെയുള്ള വോള് തട്ടിയിട്ട് ബാത്റൂം ചെറുതാക്കാമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. അങ്ങനെ അതിനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വാർഡ്രോബിന് ചെറിയൊരു വാർഡ്രോബിനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട് ഇവരെടുത്തിട്ട് ഒരു 5 വർഷമൊക്കെ ആവണുള്ളൂ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഓരോ പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വാർഡ്രോബ് ഇല്ല, വെറുതെ ജസ്റ്റ് ആ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കുട്ടികളുടെയും എൻ്റെയും ഡ്രസ്സുകളൊന്നും വെക്കാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണെന്ന് പറയില്ലേ, എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കവറുകളിലും പിക്കപ്പിലും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഡ്രസ്സുകൾ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ എല്ലാ ഡ്രസ്സും എടുത്തിട്ടുമില്ല, കാരണം ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ല. അവിടെ നമ്മൾ വാർഡ്രോബ് ഫിക്സഡ് ആയിട്ട് തന്നെ എൻ്റെ റൂമിൽ ഉണ്ടാക്കിയതായിരുന്നു. ആ വൈറ്റൊക്കെ ഇല്ലേ, അത് നമുക്ക് എടുക്കാനും പറ്റൂലല്ലോ. അപ്പം അതിൻ്റെ പ്രയാസം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, പറ്റുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബെഡിൽ പൊടിയൊന്നും ആവണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്തിടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു, കാരണം ഇടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടി വരും. ഇത് ഇന്നത്തെ വീഡിയോ അല്ല, കുറേ ദിവസമായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കുമ്പോൾ ഒന്നിച്ചെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു എന്തോ ഒരു കണ്ടൊരു ഫീൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതേ ഡോർ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ചെറിയൊരു പോർഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇപ്പുറത്ത് നോക്കിയപ്പോൾ നെറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പകുതി നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ചും കൂടെ വലിപ്പത്തിൽ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്കുന്ന സമയത്ത് പഠിച്ചോനെ കണ്ണും മൂടി തുറക്കുമ്പോഴേക്കും ഇത് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ. കാരണം ഭയങ്കര ടെൻഷനാണ്. ഓരോ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പണി കൂടുമോ, ചിലവ് ജാസ്തിയാവോ, എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റുമോ, അതൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോന്നും തുടങ്ങുന്നത്. അങ്ങനെ ദേ ഈ ഒരു പൊളിക്കൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഈ പൊട്ടിച്ച സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റണമായിരുന്നു. ആകെ ഒരു കയ്യാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൾക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ വേസ്റ്റ് എടുത്ത് മാറ്റാനും പറ്റുന്നില്ല. താഴെ ഭാഗം ഇനിയിപ്പോൾ ക്ലീൻ വീണ്ടും പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് മാറ്റാണ്ട് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രില്ല് യൂസ് ചെയ്യുന്ന ആൾ പറയണുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് മണിക്കൂറിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കറണ്ട് വേറെ പോയി. ഇത് ടെൻഷൻ. ഞാൻ എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചിട്ട് കറണ്ട് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അത്രയും നേരം ഇവർ വെറുതെ ഇരിക്കുകയല്ലേ. നമുക്കാണെങ്കിൽ സമയം പോകുമ്പോൾ നമ്മുടെ പൈസയും നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ബേജാറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ വെറുതെ ഇരുന്ന് പിന്നെയും തുടങ്ങി, പിന്നെയും അങ്ങനെ ആക്കി എങ്ങനെയൊക്കെയോ. അവസാനം ഞാനെന്ത് വിചാരിച്ചു, ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ കാണുമ്പോൾ എനിക്കും കൂടെ ചെയ്യണം എന്നൊരു പ്രത്യേകത്തൊരു മുരുത്ത് വരും. അപ്പം എന്നിട്ട് ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടായാലേ പെട്ടെന്ന് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ വാർഡ്രോബ് ഉണ്ടായിരുന്ന ഭാഗത്ത് നെറ്റായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പൊളിക്കൽ ഈസി ആയിരുന്നു ഈ ഒരു സൈഡ്. അപ്പോൾ പിന്നെ ഞാൻ അവസാനം കളത്തിലേക്ക് ഇറങ്ങി ഈ കയ്യാൾ ഈ സാധനം എടുക്കുന്ന ഗ്യാപ്പിൽ
കൊണ്ട് ഇതാക്കുന്ന ഗ്യാപ്പിൽ വലിയ കല്ലെടുത്തിട്ട് പോകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് വന്ന് അങ്ങനെ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതായത് എത്രയും പെട്ടെന്ന് പണി ഒന്ന് വേഗം തീർന്ന് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ താഴത്തെ പോർഷൻ ഇടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റാണ്ട് പറ്റൂല. അപ്പോൾ പെട്ടെന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തോടെ ആ പണി തീരുമല്ലോ എന്ന് വിചാരിച്ചു. കാരണം രാത്രി നമ്മൾ ഇവിടെ തന്നെയാണല്ലോ കിടക്കുന്നതും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ എന്താ ചെയ്യാമെന്നറിയോ, ചൂലും കൈയായിട്ട് ഇങ്ങനെ നടക്കും. ഇവർ ഓരോ ഈ മണ്ണും ഇതും ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കയറി ഓരോ സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കായിരുന്നു. രാത്രി ആകുമ്പോഴേക്കും നല്ല 8ൻ്റെ പണിയായിരിക്കും. ഫുള്ള് പൊടി കാര്യങ്ങൾ, കിടക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചുണ്ടിലും വായിലും മൂക്കിലും ഒക്കെ ഈ പൊടി ഉണ്ടാവും. എല്ലാ ഭാഗത്തും നല്ല ഡസ്റ്റായിരിക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ ഇടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ക്ലീൻ ആക്കാമല്ലോ, പിന്നെ കെട്ടുമ്പോൾ അല്ലേ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ഞാനും കൂടെ ചേർന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ നിറച്ച് കൊടുക്കും, ആൾ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ആളില്ലാത്തത് കൊണ്ട് പിന്നെ എനിക്കും കൂടെ ഇറങ്ങേണ്ടി വന്നത്. എല്ലാം കൂടെ ഇങ്ങനെ ഇടിച്ച സമയത്ത് കുറച്ച് ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഇച്ചു ബേബിയും അയച്ചനും ഒക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇടിക്കലും പൊളിക്കലൊക്കെ ഉണ്ടാവുക. അവർ വരുമ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ക്ലീനാക്കി വെക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പൊളിക്കലൊക്കെ കൂടി നല്ലോണം പൊടിയായ സമയത്ത് ആണ് പിന്നെ ഇച്ചു ബേബി അല്ലെങ്കിൽ ഹെയ്സൂനെയും കൂടെ ചുച്ചുവിൻ്റെ കൂടെ അമ്മാൻ്റെ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈമിൽ നല്ല പൊടി കൂടി തീരെ പറ്റാണ്ടായി. ഇച്ചു ബേബിക്കൊക്കെ ജലദോഷമൊക്കെ നല്ലോണം കൂടിയപ്പോൾ 3 പേരെയും അവിടെ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് 3 പേരെ എനിക്ക് അവിടെ ആക്കി. ഒരാഴ്ചയുടെ മേലെ ആകെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 3 ആഴ്ചയല്ലേ ആവണുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നത്. അങ്ങനെ അവരവിടെ ആക്കി. ഈ ഒരു ഗതികെട്ട അവസ്ഥ ആയതുകൊണ്ട് മാത്രം എനിക്ക് അവിടെ ആക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മക്കളെല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ രാത്രി ആകുമ്പോഴൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇടിക്കലും പൊളിക്കലും ഈ പണി നടക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലോണം മെൻ്റൽ പ്രഷർ എക്സ്ട്രീം ലെവലായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ പണിക്കാരെ കിട്ടൂല, ചിലപ്പോൾ അവർ ലീവ് എടുക്കും. ഞാനിപ്പോൾ എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷനായിരിക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്ര പൈസ ആവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ വേഗം കുട്ടികളായിട്ട് നമുക്ക് സെറ്റിൽഡ് ആവാം. അപ്പോഴേക്കും നമുക്ക് ആ കടം വീട്ടാം, ഈ കടം വീട്ടാം, അതിൻ്റെ പൈസ ഇങ്ങനെ റെഡിയാക്കാം. ഇങ്ങനെ കുറേ മനസ്സിൻ്റെ ഉള്ളിൽ കാൽക്കുലേഷനിലായിരിക്കും നമ്മൾ നടക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ല. പടച്ചോൻ ഒരു കാര്യം ഏത് സമയത്ത് എങ്ങനെ എപ്പോൾ നടക്കണം എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ അത്രയും പ്രയാസപ്പെടേണ്ടതൊക്കെ വരും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് വല്ലാത്ത മാനസികമായിട്ടുള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റബ്ബ് തീരുമാനിച്ച ആ ഒരു സമയം വരാതെ ഇതൊന്നും തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ല എന്നങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു പാട്ടിനങ്ങോട്ട് പോകും. ഒരുപാട് പേരിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതൊന്ന് പക്ഷെ നടന്നതൊന്ന്, ബാക്കി എത്രയോ പേര് സന്തോഷത്തോടെ ജീവിക്കുന്നു, എനിക്ക് മാത്രമാണ് ഇങ്ങനെയെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിലും അവരുടേതായിട്ടുള്ള ലെവലിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അവർ അത് ഓരോന്നിപ്പോൾ നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുന്ന ഓരോരുത്തർക്കും പറയാത്ത കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അവർ സർവൈവ് ചെയ്ത് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ കാണുന്നത്. ഒരിക്കലും മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മുടെ ഒരു ലൈഫായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക കേട്ടോ. എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നത്. മുമ്പൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സിൽത്താൻ്റെ ലൈഫ് കണ്ടിട്ട് അതുപോലെ ലൈഫ് കൊതിയാവണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ ലൈഫ് നിങ്ങൾ കൊതിക്കേണ്ട മക്കളെ. നിങ്ങൾ ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കാണുന്നത് മാത്രമല്ല ഒരാളുടെ ലൈഫ് എന്നുള്ളത്. ഞാൻ അത്രയും വലിയ ഹാപ്പി ആയിട്ട് എനിക്ക് ഈസി ആയിട്ടൊന്നും കിട്ടിയ ഒരാളൊന്നും അല്ല എന്ന് ഞാനും വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വീഡിയോയിൽ കാണുന്ന എപ്പോഴും ചിരിച്ച ഫേസാണ് ഞാനും എൻ്റെ ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ് എന്നൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഓൾവേസ് ഞാൻ ഉള്ളതുള്ള പോലെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത് കണ്ടിട്ട് ഇതാണ് ലൈഫ്, ഇങ്ങനെയാണ് ലൈഫ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുതല്ലോ. അപ്പോൾ അവർക്കൊരു നിരാശ തോന്നും, അയ്യോ നമുക്ക് മാത്രം പ്രശ്നങ്ങളുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തർക്കും, ഓരോ ചെറിയ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അതേപോലെ വലിയവർക്കും ചെറിയവർക്കും പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും
ജോലിയുള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ തന്നെ ഞാൻ സമ്പാദിക്കൊന്നും ചെയ്യാതെ നല്ല അടിച്ചു പൊളിച്ച് നല്ല രീതിയിലേക്ക് പോകുക എന്നുള്ളത്. സെയിം ടൈം ഇപ്പോൾ വേറൊരാൾ ആഗ്രഹിക്കുന്ന സിലൂനെ പോലെ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി പുറത്തേക്കൊക്കെ പോയി അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ജോലി ഉള്ളവർക്ക് ഇല്ലാത്തവരെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ജീവിക്കണം എന്ന് തോന്നും. ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉള്ളവരെ കാണുന്ന സമയത്ത് അവർക്ക് അതുപോലെ ജീവിക്കണം എന്ന് തോന്നും. ഈ അക്കരപ്പച്ച ഇക്കരപ്പച്ച എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ ലൈഫിൽ വിജയം തുടങ്ങും. അതേസമയം നമ്മൾ വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ കുറേ കാലമൊക്കെ നമുക്ക് ആൾക്കാരെ ചൂഷണം ചെയ്തും അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. കുറേ കഴിയുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോൾ ഉൾട്ടായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് വന്നിട്ട് പിറ്റേ ദിവസമാണ്. അതായത് ഇവിടെ കെട്ടാനായിട്ട് പോവാണ്. എനിക്ക് ഫുള്ളായിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കി കുറച്ച് പണികൾ നമ്മളവിടെ പെൻഡിങ്ങിൽ നിർത്തി. അങ്ങനെ പിറ്റേ ദിവസം 4 ആൾക്കാർ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പുറത്തത്തെ കുറച്ച് പണിയുണ്ട്, പിന്നെ ഉള്ളിലത്തെ ഈ വേസ്റ്റും കൂടെ മാറ്റിയിട്ട് അവിടെ കെട്ടാനായിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് ഹാള് മൊത്തം ഇങ്ങനെ ഫുള്ള് സാധനങ്ങളായിരുന്നു. പിന്നെ പച്ച പെയിൻ്റൊന്നും നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തേയ്ക്കാനും പിടിക്കാനും ഒക്കെ പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ ഒരു വോള് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ സൈഡാണ് ഡോർ വെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വോള് കെട്ടുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു നിഷും കൂടെ, ബാത്റൂം നിഷും കൂടെ എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണം. ഇവർ ഈ ഒരു കട്ടില വെച്ച സമയത്ത് ഇവർ അടിമറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിതേ വന്ന് നോക്കുകയാണ്. അതായത് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വന്ന് നോക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഡോറിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന പോലെ ഇല്ലല്ലോ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു ഇതോ ഞങ്ങളെക്കാളും നിനക്കെന്താ ബുദ്ധിയാണോ വിവരമാണോ എന്നുള്ള പോലെ ഇവരെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ശരി തന്നെയാണ്, ഞങ്ങൾ വെച്ചത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു. പക്ഷെ ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇല്ലല്ലോ, എൻ്റെ കാൽക്കുലേഷൻ തെറ്റൂല, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ അത് അങ്ങനെ വരൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ച് വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് കേട്ടോ. ചോദിക്കുന്ന സമയത്തും ഇവർക്ക് പൊതുവേ ഈ പെണ്ണുങ്ങളോടൊരു പുച്ഛം ഉണ്ടാവുമല്ലോ എന്ന രീതിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒന്നും വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ആ ഡോറ് ഇപ്പം ഞാൻ പറയുന്ന പോലെ ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഒന്ന് വെച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്. അപ്പോഴാണ് അവർക്ക് പറ്റിയൊരു അമളി മനസ്സിലായത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തല കീഴായിട്ട് ഡോറ് വെക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ നല്ല ഭാഗം ഫ്രണ്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്, തല കീഴാക്കി വെച്ചിട്ട് കാര്യമായിട്ട് കെട്ടലും ഇത് തുടങ്ങിയായി. എന്തോ പഠിച്ചവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അതെനിക്ക് മനസ്സിലാക്കി തന്നത്, അല്ലാതെ എൻ്റെ കഴിവുകൊണ്ട് മനസ്സിലായി എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ഇന്നാളൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഒരു വണ്ടി ഇടിച്ചു, ആ കുട്ടീൻ്റെ തെറ്റുകൊണ്ടല്ല ഇടിച്ചത്, ഓപ്പോസിറ്റ് വന്ന ആളാണ് തെറ്റ് ചെയ്തത്, അത് അവിടെയുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ടും ഇടയിൽ ഒരാൾ ചോദിക്കുകയാണ് അത്ര, നീ പെണ്ണല്ലേ, ഇവിടെ ആണുങ്ങളുണ്ട് സംസാരിക്കാൻ, നീ സംസാരിക്കണ്ടാന്ന്. ഈ സമൂഹം അങ്ങനെയാണ് ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും സ്ത്രീകളെ കാണുന്നത്. അവൾക്ക് എത്ര തന്നെ ബുദ്ധിയും വിവരവും അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും നീ പെണ്ണല്ലേ, നീ ഇത്രയൊക്കെ സംസാരിക്കണ്ട, അത് സംസാരിക്കാൻ ഞങ്ങളിവിടെ ആണുങ്ങളുണ്ട് എന്നുള്ള ആ ഒരു മനോഭാവം കേട്ടോ. എന്നിതൊക്കെ മാറുമല്ലേ? എനിക്ക് തോന്നുന്നില്ല മാറും എന്നുള്ളത്. കാരണം ഇത് പരമ്പരാഗതമായിട്ട് ഇവർ വലിയ എന്തോ അമൂല്യ സ്വത്ത് പോലെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു കൂട്ടം സ്ത്രീകൾ തന്നെയുണ്ട്. നമ്മൾ പെണ്ണല്ലേ, നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി, നമ്മളത് സംസാരിക്കേണ്ട, അത് സംസാരിക്കാൻ ഇവിടെ അതിൻ്റേതായിട്ടുള്ള ആണുങ്ങളുണ്ട് എന്ന് പറയുന്നത്. നിങ്ങളെന്നും മാറുന്നോ അന്നേ ഈ ബാക്കിയുള്ള നിങ്ങളുടെ മക്കൾക്കുമൊക്കെ സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ള അവകാശം. ഞാനൊരിക്കലും ആണും പെണ്ണും ഈക്വലാണെന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് സ്ത്രീകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറേ അവകാശങ്ങളും ഹനിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാവിയിൽ നിങ്ങളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മാറണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇവരോട് തെളിവ് സഹിതം നിങ്ങൾ തന്നെ ആ ഡോറ് വെച്ച് നോക്കുക എന്ന് പറഞ്ഞ സമയത്താണ് ഇവർക്ക് പറ്റിയ തെറ്റാണെന്ന് ഇവർ അംഗീകരിക്കുന്നത്. അതുവരെ ഇവർക്ക് അംഗീകരിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ എന്തായാലും കട്ടില വീണ്ടും വലിച്ചെടുത്ത്
തലകീഴായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എല്ലാം കെട്ടിപ്പൊക്കി ടൈലും എല്ലാം വെച്ചതിന് ശേഷം വീണ്ടും ഇടിച്ച് പൊളിക്കേണ്ടി വന്നേനെ, പഠിച്ചോൻ കാത്തു. അങ്ങനെ അതിൻ്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് വലിയ ബാത്റൂമായി കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങൊക്കെ ഭയങ്കര കഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതെന്തോ എനിക്ക് ശരിയായി തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും നമുക്ക് ഈ പണി ഇപ്പം തന്നെ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായത്. റിസ്ക് എടുക്കാൻ തീരെ ഇഷ്ടമല്ല, പക്ഷെ മിക്കതും എൻ്റെ ലൈഫിൽ മൊത്തം കാര്യങ്ങളും റിസ്ക്കിലൂടെ മാത്രമേ പോയിട്ടുള്ളൂ. നമ്മളങ്ങനെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും കിട്ടുള്ളൂ, അല്ലാതെ എളുപ്പത്തിലൊന്നും കിട്ടൂലല്ലോ. പിന്നെ ഇതേ അപ്പോഴേക്കും അവിടെയുള്ള ആ വോള് കെട്ടി. പിന്നെ നിഷ് വെക്കാൻ അവർ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും എനിക്ക് നിഷ് വേണം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ടൈല് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ നിഷിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒന്നും പുട്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് പുട്ടിപ്പണി ആ സൈഡ് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ സ്കേർട്ടിങ്സ് വെച്ചതിൻ്റെ മുകളിലൊന്നും തന്നെ പുട്ടി അതുപോലെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ വീട് പണി 5 കൊല്ലമായിട്ടുള്ളൂ ഈ വീട് എന്നുള്ളത്. പലർക്കും വിശ്വാസം വരുന്നില്ല, 5 കൊല്ലോ അല്ലല്ലോ കുറച്ചും കൂടെ പഴക്കമുള്ള പോലെ തോന്നണമെന്നുള്ളത് അല്ല കേട്ടോ. നമ്മൾ ഈ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ 2020 പ്ലാന് സാങ്ഷൻ ആയതുപോലും അതിൽ തന്നെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ പുട്ടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റെയർ കേസിൻ്റെ. അതിൻ്റെ കൂടെ നമ്മുടെ വൈറ്റ് പെയിൻറ്റും കൂടെ ആയ സമയത്ത് മാഷാ അല്ലാഹ് നല്ലൊരു പൊലിവുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോയിൽ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്തു, വെള്ള പെയിൻ്റ് അടിച്ചു തന്നെ വീട് അടിപൊളിയായി, നമ്മുടെ മറ്റേ വീടിനേക്കാളും അടിപൊളിയാക്കും സിലു എന്നൊക്കെ പറഞ്ഞിട്ട്. അയക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ താഴെ ഈ സ്കേർട്ടിങ്സിൻ്റെ എല്ലാം താഴെ പുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ഫിനിഷിങ് തോന്നി. പിന്നെ ടൈലിൻ്റെ കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മുടെ മറ്റേ വീട്ടിൽ വൈറ്റ് ടൈലായതുകൊണ്ട് ഈ ടൈല് ചിലർക്ക് പറ്റിയിട്ടില്ല, എനിക്കും പറ്റിയിട്ടില്ല. ഞാനും വിചാരിച്ചു അയ്യോ ഇവർക്ക് ഈ ടൈലിടുന്ന സമയത്ത് ഒന്ന് വൈറ്റ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് എന്ത് സുഖമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഒരു സിമെൻറ്റിൻ്റെ ഷെയ്ഡ് പോലെയുണ്ട്. ആക്ച്വലി നല്ല ടൈലാണ്, നല്ല കോസ്റ്റ്ലി ടൈല് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 6x4 ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ ടൈലിന്. പക്ഷെ നമുക്ക് ആ ഒരു കളറാകുമ്പോൾ നമ്മളങ്ങനെ ശീലിക്കാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിമെൻറ്റ് ഇട്ട പോലെ ചില സമയങ്ങളിൽ എനിക്കിങ്ങനെ തോന്നാറുണ്ട്, സിമെൻറ്റ് നിലം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ടൈലിൻ്റെ കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ആ ഒരു ഭാഗം ബാക്കി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കുത്തി പൊളിച്ചിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. എന്നിട്ട് അവിടെയൊക്കെ സിമെൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ടൈലിട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് അപ്പം തന്നെ വേറെ വൈറ്റ് ടൈൽ ഉണ്ടെങ്കിൽ അത് ഇടാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കുന്ന സമയത്ത് ഇല്ല. അപ്പോൾ പിന്നെ ഏതായാലും അടുത്തുള്ള ഷോപ്പിലേക്ക് വേഗം പോയി ഞാൻ ഈ ഒരു ടൈല് നമ്മൾ കിച്ചണിൽ തലേദിവസം കാണിച്ചില്ലേ, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കിച്ചണിലിട്ടത് കേട്ടോ. കിച്ചൻ്റെ ആ ബാക്ക് സ്പ്ലാഷിലിട്ടത്. അപ്പോൾ ഈ ഒരു ടൈൽ എടുത്തിട്ട് വന്നു. ഈ ഒരു ഏരിയ നമ്മൾ ഡ്രസ്സിങ് ഏരിയ ആയിട്ട്, ഡ്രസ്സിങ് യൂണിറ്റ് ഉള്ള ആ ഒരു ഏരിയ ആയിട്ട് വെക്കണോണ്ട് തന്നെ അത് സെപ്പറേഷനായിട്ട് എടുത്ത് കാണും. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈൽ എടുത്തത് കേട്ടോ. എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗമായിട്ടിരുന്നോട്ടെ ബെഡ്റൂമിൽ അട്രാക്റ്റീവായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. ബാക്കിയുള്ള പണികളൊന്നും ഞാനിപ്പോൾ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ പൈസ കൊടുത്ത് തീർക്കാനുണ്ട്. പിന്നെ വേറെ 1-2 ബാധ്യതകൾ ഞാൻ ഓൾറെഡി ഏറ്റെടുത്തതുണ്ട്, അതൊക്കെ ചെയ്യണം. എല്ലാം കൂടെ തലയ്ക്ക് ചില സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആവും. പക്ഷേ എവിടുന്നോ ഒരു ശക്തി എൻ്റെ ഉള്ളിലുള്ള പോലെ, നമ്മൾ ആരെയും ദ്രോഹിക്കാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റും, പഠിച്ചോൻ കൈവിടൂല, എല്ലാം ചെയ്യാൻ പറ്റും, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു ഉൾവിളി എനിക്ക് ഉള്ളത് കൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ അപ്പം മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് പറ്റുമായിരിക്കും അല്ലേ, പറ്റണം. എൻ്റെ കൂടെ ഈ ഒരു ജേണി എന്ന് പറഞ്ഞത് ഒരു റിയൽ ലൈഫ് എന്താ പറയുക ഫൈറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് വരുന്ന ഒരു ജേണിയാണ്. എൻ്റെ കൂടെ ഈ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് കാണാൻ പറ്റുന്നത്. റിയൽ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റിൽ നിന്നും ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ശരിക്കും ഒരു യുദ്ധം നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. എനിക്ക് മിക്ക സമയത്തും ആലോചിച്ച് ഓരോ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും, ഏതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വരാത്ത രീതിയിൽ വേണം ഇത് കൊണ്ടുപോകാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അവരുടെ സ്കൂൾ കുറച്ച് ദൂരെയാണ്. നമ്മൾ മുമ്പ് ഉള്ളത് താമസിച്ചത് പക്ക ടൗണിലായിരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചാർജ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോയിലൊന്നല്ല അവർ പോണത്.
അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതേ ടൈലിട്ട് കഴിഞ്ഞപ്പോൾ മാഷാ അല്ലാ കാണാൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എത്ര പേർക്ക് ഈ ഒരു ടൈലും ഈ ഒരു ഡിസൈൻ ഇഷ്ടമാവും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് മനസ്സിന് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയി സ്വന്തമായിട്ട് ടൈൽ ഷോപ്പിലേക്ക് പോയി ടൈലെടുക്കുന്നതും ഓർഡർ കൊടുക്കുന്നതും സാധനം വരുന്നതും ഒക്കെ. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ പെട്ടെന്ന് പോകുന്നു, സാധനം വരുന്നു, പണി നടക്കുന്നു, വാവും. പക്ഷേ ഇതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും നടക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊല്ലങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാം ഈസി അല്ല, കഷ്ടമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ളൊരു മനസ്സിൽക്കൊരു ശക്തി കിട്ടിയ പോലെ. പിന്നെ അതേ ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗങ്ങളൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഡേ ആണ് പിന്നെ പ്രൈമർ അടിച്ചിട്ട് ഈ ഒരു ഡബിൾ ഹൈറ്റിൽ ഈ വോള് ഫുള്ളായിട്ട് പ്രൈമർ അടിച്ചത്. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചത്. അതാണ് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടത് കേട്ടോ. മൊത്തത്തിലൊരു വൈറ്റ് വന്ന സമയത്ത് വീടിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രീമിയം ലുക്കിലേക്ക് വന്ന പോലെ. എന്നിട്ട് ഞാൻ ഈ ഒരു വോളിൽ വേറെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും, അപ്പോൾ പിന്നെ നമുക്ക് അത്രയും കൂലി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണിയാണെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്കേർട്ടിങ്സ് അതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ പൊട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ഇങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗം വീട് മൊത്തം സ്കേർട്ടിങ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ പൊട്ടി കൊണ്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങും കൂടെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റാഹത്ത് ഉണ്ടാവുമല്ലോ കാണാനും വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അതായത് നമ്മൾ മക്കളൊക്കെ വന്നതിന് ശേഷം ഈ പുട്ടി ഒരതേൻ്റെയും മറ്റേൻ്റെ ഒക്കെ നല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്റൂമിൽ പുട്ടി ഒരതിയിട്ടുണ്ടായിരുന്നില്ല, ഹാളിലൊക്കെ കേട്ടോ. അപ്പോൾ ഇവർ വന്നതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫുള്ള് നിലത്ത് കിടന്ന് ഉരുളാണ്. അപ്പോൾ എനിക്ക് തുടയ്ക്കാതെ ഒരു വഴിയുമില്ല. അപ്പോൾ പിന്നെ നാളത്തെ പണീനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയാണ്, ഇന്നത്തെ ഒരവസ്ഥയാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ മുകളിലും നമ്മൾ പുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബാത്റൂമിൻ്റെ സീലിങ്ങിലും കൂടെ പുട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആദ്യം ഞാൻ ബാത്റൂമിൻ്റെ മുകളിലൊന്നും പുട്ടി വെക്കണ്ട, ഉള്ളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അല്പത്തിൽ ലാഭം നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അത് മാത്രം ഒരു ബോറായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏതായാലും അവിടെയും കൂടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഇപ്പോഴുള്ളൊരവസ്ഥ. ഇനി ആ ഭാഗത്ത് നല്ല ഭംഗിയിൽ വാർഡ്രോബ് സെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കും എന്നൊക്കെ വിചാരിക്കുന്നു. പതിയാണെങ്കിലും നമ്മൾ പതിയെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു സ്വർഗം വീട് എന്ന് പറഞ്ഞത് അതാണല്ലോ, ആക്കിയെടുക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടും ഒക്കെ വാക്കുകൊണ്ടാണെങ്കിലും ഒരു ഇമോജി ആയിട്ടാണെങ്കിലും ഓരോരുത്തരിടുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.